ഇന്നത്തെ നമ്മുടെ പഠനത്തിനും ചിന്തയ്ക്കുമായിട്ട് എടുത്തിരിക്കുന്ന വിഷയം അധ്വാനം എന്ന വിഷയമാണ്. അധ്വാനത്തെക്കുറിച്ച് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള മനോഹരങ്ങളായ വചനങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. എഡിസൺ പറയുന്നത് മനോവിഷമത്തിന് മദ്യത്തേക്കാൾ നല്ല മരുന്ന് അധ്വാനമാണ്. അപ്പോൾ മനോവിഷയം വരുമ്പോൾ നമ്മൾ അധ്വാനിച്ച് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് മാനസിക രോഗികളെ തന്നെ സുഖപ്പെടുത്തുന്നത് പലപ്പോഴും ജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇവിടെ സ്നേഹവീട്ടിൽ രാവിലെയും വൈകുന്നേരവും ചെറിയ ജോലി വയ്ക്കുന്നുണ്ട്. ആശുപത്രിയിൽ, വലിയ ആശുപത്രിയിലൊക്കെ പോയി 10-30 ദിവസം കടന്നിട്ടും മാറാത്ത രോഗികൾ ഈ ചെറിയ അധ്വാനത്തിലൂടെ, ചെറിയ ജോലിയിലൂടെ അവന് സന്തോഷം കണ്ടെത്തും. ഇത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ കണ്ടിട്ടുള്ളത് മാനസിക രോഗികളെ സുഖപ്പെടുത്താൻ നല്ല മരുന്ന് 1 പാട്ട്, 2 അധ്വാനം. അപ്പോൾ അവന് ജോലി ചെയ്ത് അതൊക്കെ ഒരു ചെടി നട്ട് അത് പുഷ്പിച്ച് വരുന്നത് കാണാൻ അവന് വലിയ സന്തോഷമാണ്. മൂല്യം നിർണ്ണയിക്കുവാനുള്ള ഏക ഘടകമാണ് അധ്വാനം. ഒരു വ്യക്തിയുടെ മൂല്യം നിശ്ചയിക്കുന്ന അവൻ്റെ അധ്വാനത്തിൻ്റെ തലമാണ്. തെങ്ങേ കയറാൻ പറ്റുന്നവൻ അവനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും, അവന് കയറാൻ പറ്റും. മരം വെട്ടാൻ പറ്റുന്നവൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും, കാരണം അവന് തലമുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും അധ്വാനത്തിൻ്റെ തലം ഉള്ളവന് വിജയിക്കാനായിട്ട് സാധിക്കും. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയ ആഹാരത്തേക്കാൾ ഉത്തമമായ ആഹാരം ഒരാൾക്ക് കിട്ടാനില്ല. അപ്പോൾ ജോലി ചെയ്ത് ജീവിക്കണം, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കുകയും വേണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത്. മുഹമ്മദ് നബി പറയുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയ ആഹാരത്തേക്കാൾ ഉത്തമമായ ഒരു ആഹാരം ഒരാൾക്ക് കൊടുക്കാനില്ല എന്നാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ജോർജ് സ്മിത്ത് പറയുന്നു, ഒരു തുള്ളി വിയർപ്പിന് അനേക ഗ്യാലൻ രക്തം രക്ഷപ്പെടുത്താനാവും. അപ്പോൾ ഒരു തുള്ളി വേർപ്പത്തിലൂടെ തന്നെ ഈ രക്തം ശുദ്ധീകരിക്കുകയും കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ വേർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയേറെ നല്ലതാണ്. അധ്വാനത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കഠിനമായ ത്യാഗത്തിലൂടെയല്ലാതെ മഹത്തായ ഒരു കാര്യവും ആർക്കും ചെയ്യാനാവില്ല. അപ്പോൾ കഠിനമായ ത്യാഗത്തിലൂടെയാണ് മഹത്തായ ഏത് കാര്യവും ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ത്യാഗത്തിലൂടെ തന്നെ നമ്മുടെ മഹാത്മാക്കൾ, ഒരാൾ വിജയിച്ച് പ്രധാനമന്ത്രി ആയെങ്കിൽ അതിൻ്റെ പിറകിൽ ഒത്തിരി അധ്വാനമുണ്ട്. കഠിനമായ ത്യാഗത്തിലൂടെയല്ലാതെ മഹത്തായ ഒരു കാര്യവും ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഗാന്ധിജിയുടെ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്, കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടില്ല. എൻ്റെ പരമാവധി ഞാൻ പഠിച്ചു, മനസ്സിലായോ, മാർക്ക് കുറഞ്ഞുപോയി, പേടിക്കാനില്ല. പക്ഷെ അവൻ ഒരു പക്ഷേ 100 മാർക്ക് പിടിച്ച് ജയിക്കുന്നതിനേക്കാൾ അവൻ കഠിനാധ്വാനിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വിജയിക്കും. അതുകൊണ്ടാണ് പലരും വലിയ ബുദ്ധിമാന്മാരൊക്കെ പ്രായോഗിക ജീവിതത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായിരിക്കും, പ്രായോഗിക ജീവിതത്തിൽ 0 ആയിരിക്കും. അതേസമയം മരമണ്ടനായുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ അവൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടിച്ച് ജയിച്ച് പോകുന്നവൻ പ്രായോഗിക ജീവിതത്തിൽ അവൻ വിജയിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ജവഹർലാൽ നെഹ്റു പറയുന്ന, മുദ്രാവാക്യം മുഴക്കുന്നവരെയല്ല അധ്വാനിക്കുന്നവരെയാണ് ഭാരതത്തിന് ആവശ്യം. അപ്പോൾ ഭാരതം കെട്ടിപ്പടുക്കണമെങ്കിൽ അധ്വാനിക്കുന്ന ജനസമൂഹം വേണം. ശരിക്കും കഠിനാധ്വാനം ചെയ്യുന്നവനാണ് എഞ്ചിനീയർ. അവൻ്റെ ജോലി നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. മരപ്പണിക്കാരൻ അത് ചെയ്യണം. തുമ്പാപ്പണിക്കാരൻ അത് ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ സാധിക്കും. അധ്വാനം, ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ മാത്രമായി ഒരു കൂട്ടം ആളുകളെ സർവശക്തൻ സൃഷ്ടിച്ചുവെങ്കിൽ അദ്ദേഹം അവർക്ക് കൈകൾ നൽകിയില്ലായിരുന്നു. അപ്പോൾ കൈ തന്നിരിക്കുന്ന അധ്വാനിക്കാനാണ്. അബ്രഹാം ലിങ്കൻ്റെ വാക്യമാണ്, കൈ ഉണ്ടെങ്കിൽ അവൻ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്. വായ് മാത്രം കൊടുത്തേനെ, ഈ വായും കൊണ്ട് മാത്രം തീറ്റ മാത്രമാണെങ്കിൽ അവൻ്റെ ലക്ഷ്യമെങ്കിൽ, അതുപോലെ ഭക്ഷണമില്ലാതെ ജോലി ചെയ്യാൻ മാത്രമായി ഒരു കൂട്ടരെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവർക്ക് വായില്ലാതെ കൈകൾ മാത്രം നൽകിയേനെ. മനസ്സിലായോ? ഭക്ഷണമില്ലാതെ ജോലി മാത്രം ചെയ്യാനായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ അവന് കൈ മാത്രം നൽകിയേനെ, ഭക്ഷണം വായു തരില്ല. അപ്പോൾ വായും തന്നിട്ടുണ്ട്, കൈയും തന്നിട്ടുണ്ട്. വായും ഉപയോഗിക്കണം, നന്നായിട്ട് ഭക്ഷിക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം, നന്നായിട്ട് പ്രവർത്തിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. അധ്വാനത്തെക്കുറിച്ചുള്ള നല്ല വചനങ്ങൾ കേൾക്കുവാൻ അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, അധ്വാനിക്കുന്ന ഒരു ജനസമൂഹമായി മാറ്റണമേ. ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും
അധ്വാനത്തിലൂടെ സ്വന്തം നേടുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.